അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ അതിക്രമം. പിള്ളപ്പാറ പള്ളിയിൽ പുലർച്ചെ 5:30-ഓടെ പള്ളിമുറ്റത്തെത്തിയ കാട്ടാന പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന ഷെഡ് തകർത്തു. തിയോഫിൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? കാവ്യ, ഇന്ന് പുലർച്ചെ 5:30-ഓടുകൂടിയാണ് ആന ഈ അതിരപ്പള്ളി പിള്ളപ്പാറ പള്ളിയിലേക്ക് എത്തുന്നത്. പതിവായി കാട്ടാനകൾ ഇറങ്ങാറുള്ള ഒരു സ്ഥലമാണ് പിള്ളപ്പാറ. പുലർച്ചെ പള്ളിമുറ്റത്തേക്ക് ആദ്യം കടന്ന, പള്ളി കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്ന കാട്ടാന ആ പള്ളിമുറ്റത്ത് തന്നെ വാഹനങ്ങൾ വെക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ഷെഡുണ്ട്. ഈ ഷെഡ് ഭാഗികമായി തകർത്തു. അതിനുശേഷം ആ മുറ്റത്ത് തന്നെ കറങ്ങി. മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങിയ ഈ പുലർച്ചെ രാവിലത്തെ കുർബാനയ്ക്കായി ആളുകൾ വന്നു തുടങ്ങിയ സമയമായിരുന്നു. ആനയെ കണ്ട് ആളുകൾ ബഹളം വെച്ചതോടുകൂടി പതിയെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആന ഒച്ചയുണ്ടാക്കിയതോടുകൂടി മടങ്ങുകയും ചെയ്തു. മറ്റു നാശനഷ്ടങ്ങളോ ആളുകൾക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. പള്ളിക്കും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടില്ല. പതിവായി ആനകൾ വരാറുള്ള ഒരു സ്ഥലമാണ്. ഈയിടെയായി ഈ പിള്ളപ്പാറ മേഖലയിൽ കാട്ടാനകൾ പതിവായി തന്നെ ഈ പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നതായും റിപ്പോർട്ടുണ്ട്. ഇന്ന് വന്ന ആന ഒറ്റയ്ക്കാണ്, ആനക്കൂട്ടമല്ല. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്, ആനയുടെ ശല്യം ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് എന്ന് പറയുന്നു. ഇതിന് തൊട്ടു മുൻപ് എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്? മറ്റേതെങ്കിലും നിലയ്ക്ക് ജനങ്ങൾക്കോ അല്ലെങ്കിൽ കൃഷിയിടങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടായ ഒരു സന്ദർഭമുണ്ടോ? ഈ പിള്ളപ്പാറ ഭാഗത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ പതിവായി ആനകൾ ഇവിടെ ഇറങ്ങാറും ചുറ്റിക്കറങ്ങാറുമുണ്ട്. റോഡിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡ് മുറിച്ചു കടക്കുന്നതൊക്കെ ഇവിടെ പതിവാണ്. കാവ്യ.